വിക്ടർ ഗൊക്കാരസ് ടു ആഴ്സണൽ ആ കാര്യം കൺഫേം ആയിട്ടുണ്ട്. അത് എന്തായാലും കുറച്ച് കാലം കണ്ടിട്ട് ഈ ഒരു വിക്ടർ ഗൊക്കാരസിൻ്റെ ട്രാൻസ്ഫർ നല്ല പോലെ ഇങ്ങനെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആഴ്സണൽ തന്നെയായിരുന്നു അതിൻ്റെ മെയിൻ കണ്ടൻറ്റർ. അത് തന്നെ സംഭവിച്ചു. 63.5 മില്യൺ എന്നുള്ള ഒരു ഹ്യൂജ് എമൗണ്ടിനാണ് ആഴ്സണൽ വിക്ടർ ഗൊക്കാരസിനെ സൈൻ ചെയ്തത്. കാരണം അവർ ആർട്ടിറ്റ കുറേ കാലങ്ങളായിട്ടൊരു സ്ട്രൈക്കറിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മെറീനിയോ ആണ് ആ ഒരു സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കാറുള്ളത്. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അതേ മോശമാണെന്നല്ല, പക്ഷേ ഈ ഒരു വിക്ടർ ഗൊക്കാരസ് എന്ന് പറയുന്നത് മാരക സ്ട്രൈക്കിംഗ് പവറുള്ള ഒരാളാണ്. അദ്ദേഹം എന്താ പറയുക, 52 മത്സരങ്ങളിൽ നിന്നും 54 ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലീഡിങ് ഗോൾഡൻ ബൂട്ട് കണ്ടൻഡർ ആയിരുന്നു. സ്പോർട്ടിംഗ് CPയിലെ പ്ലെയർ ആയിരുന്നു അദ്ദേഹം. കമ്പാരിറ്റീവ്ലി എന്താ പറയുക, എംബാപ്പയെക്കാളും ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ സ്പോർട്ടിംഗ് CP പോർച്ചുഗൽ ലീഗിലായതുകൊണ്ട് അദ്ദേഹത്തിന് പോയിൻറ്റ്സ് കുറവായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട് മിസ്സായത്. 58.5 അത്രയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ബൂട്ടിലെ പോയിൻറ്റ്സ്. എംബാപ്പയ്ക്ക് 59-60 ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എംബാപ്പെ ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു വിക്ടർ ഗൊക്കാരസിന് ഇത്രയും എമൗണ്ട് കൊടുത്ത് മേടിക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. പക്ഷേ അദ്ദേഹം ആ ഒരു എമൗണ്ടിന് വെർത്തായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ മുമ്പ് സ്പോർട്ടിംഗ് CPയും ആഴ്സണലും പിന്നെ ഈ ഒരു വിക്ടർ ഗൊക്കാരസും തമ്മിൽ നല്ലപോലെ കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ ഒരു വിക്ടർ ഗൊക്കാരസ് എന്ന് പറയുന്ന പ്ലെയർ കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് സ്പോർട്ടിംഗ് CPയിൽ നിന്നും പോകണം. ഓക്കെ, യൂറോപ്പിൽ പോയിട്ട് കളിക്കണം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലോ ലാലിഗയിലോ ഏതെങ്കിലുമൊക്കെ ഒന്നിൽ പോയിട്ട് അദ്ദേഹത്തിന് കളിക്കണം. അദ്ദേഹം ഭയങ്കരമായിട്ട് കുറച്ചും കൂടി കോമ്പറ്റീറ്റീവ്നെസ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്പോർട്ടിംഗ് CPയിൽ അദ്ദേഹം അറിയിച്ചു. പക്ഷേ സ്പോർട്ടിംഗ് CPയുടെ ഡയറക്ടർ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടാതെ ഈ ഒരു വിക്ടർ ഗൊക്കാരസിനെ കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവരുടെ സ്റ്റാർ പ്ലെയറാണ്, അത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അതിൻ്റേതായുള്ളൊരു നെഗോസിയേഷൻസ് എന്താ പറയുക, ആഴ്സണലും സ്പോർട്ടിംഗ് CPയും തമ്മിൽ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഇത്ര എമൗണ്ട് ആ ഒരു നെഗോസിയേഷൻ ബാർഗൈനിങ് പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അവസാനം 63.5 മില്യൺ യൂറോക്ക് അത് കൺഫേം ആയിട്ടുണ്ട്. ഒരു സ്പോർട്ടിംഗ് CPയുടെ പ്രീ സീസണിനൊന്നും വിക്ടർ ഗൊക്കാരസ് പങ്കെടുത്തിട്ടില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ടീം വിടണം എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ പ്രീ സീസൺ പരിപാടിക്കൊന്നും സ്പോർട്ടിംഗ് CPയുടെ നിന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പ്രസിഡന്റിന് വിക്ടർ ഗൊക്കാരസിനോട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്പോർട്ടിംഗ് CPയുടെ പ്രസിഡന്റിനുണ്ടോ. പക്ഷേ പിന്നെ ആഴ്സണലുമായിട്ടുള്ള ഒരു വെയ്ജ് കട്ടിന് വരെ അദ്ദേഹം റെഡിയാണ്. കാരണം അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിൽ അല്ലെങ്കിൽ ടോപ്പ് 5 ലീഗിൽ കളിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് വിക്ടർ ഗൊക്കാരസിന് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ആഴ്സണൽ തമ്മിൽ അവർ ഡീൽ ചെയ്തു. വെയ്ജ് കട്ടൊന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹം ഓക്കെയാണ്, ആഴ്സണലിലോട്ട് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആഴ്സണലിൽ ഇപ്പോൾ വിക്ടർ ഗൊക്കാരസ് ഉൾപ്പെടെ കുറേ സൈനിങ്സ് അവർ നടത്തിയിട്ടുണ്ട്. സൂബിമെൻഡി ഉൾപ്പെടെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, സ്പാനിഷ് പ്ലെയർ ആയിട്ടുള്ള. അപ്പോൾ ആഴ്സണൽ ആർട്ടറ്റ എന്തായാലും അടുത്ത സീസണിലെങ്കിലും അത്യാവശ്യം ട്രോഫീസ് നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ട്രാൻസ്ഫേഴ്സ് നടത്തിയിട്ടുള്ളത്. ഈ ഒരു വിക്ടർ ഗൊക്കാരസ് അവർക്ക് എന്തായാലും ഒരു മോശം സൈനിങ് ആവില്ല. കുറച്ചും കൂടി ഒരു ലെഫ്റ്റ് വിങ്ങിലോട്ട് ചായവുള്ളൊരു പ്ലെയറാണ് ഈ വിക്ടർ ഗൊക്കാരസ്. പക്ഷേ ഒരു മാരക സ്ട്രൈക്കിംഗ് പവറുള്ളൊരു പ്ലെയറാണ്, പ്രോപ്പർ സ്ട്രൈക്കർ തന്നെയാണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ ഗോളുകൾ കൊണ്ടുവരാൻ പറ്റും. മറ്റ് മെറീനിയോ ഒക്കെ ഒരു 18-20 താഴെയായിരുന്നു അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് 30 ഗോൾ സ്കോർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഈ ബാക്കി നമ്മൾ ആഴ്സണലിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ കാണണം, എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ ആഴ്സണലിൽ ആ ഒരു ജേഴ്സി ഇട്ടിട്ട് നമ്മൾ കാണണം, എന്നാലേ അറിയുള്ളൂ. സോ നമുക്ക് നോക്കാം എന്തായാലും ആർട്ടിറ്റയുടെ ആഴ്സണൽ അടുത്ത സീസണിലെങ്കിലും ഒരു ട്രോഫി നേടും. അപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് അവർ ട്രോഫിയിലെ സീസണാണ്. അവർക്ക് ചാമ്പ്യൻസ് ലീഗ് മെയിനായിട്ട് നേടണം, അതാണ് അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്തായാലും. താങ്ക് യു സോ മച്ച്.